Hello my dear students, എല്ലാ വിദ്യാർത്ഥികൾക്കും സ്റ്റുഡൻസ് അക്കാഡമിയുടെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 59ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 59ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എന്താണ് ചക്രീയ ചതുർഭുജം, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പഠിച്ചു. എന്താണ് ചക്രീയ ചതുർഭുജം? ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജത്തിൻ്റെ 4 മൂലയിൽ കൂടിയും വൃത്തങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള ചതുർഭുജങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചക്രീയ ചതുർഭുജം. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിലൂടെയും സർക്കിൾ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്വാഡ്രിലാറ്ററൽസിനെ നമ്മൾ വിളിച്ച പേരാണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. എന്താണ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത? അതിൻ്റെ 4 മൂലയിൽ കൂടിയും വൃത്തം കടന്നു പോകും. അതിൻ്റെ 4 വെർട്ടെക്സിലൂടെയും സർക്കിൾ പാസ് ചെയ്യും. പിന്നെ എന്താ പ്രത്യേകത? അതിൻ്റെ ആംഗിൾസിന് ഒരു പ്രത്യേകതയാണ്. ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററി ആണ്, അതായത് എതിർ കോണുകൾ അനുപൂരകമാണ്. വിച്ച് മീൻസ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആയി. എതിർ കോണുകൾ, എതിരെയുള്ള 2 കോണുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ആ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ചക്രീയ ചതുർഭുജവുമായി ബന്ധപ്പെട്ട സൈക്ലിക് ക്വാഡ്രിലാറ്ററലുമായി ബന്ധപ്പെട്ട ഏതാനും ചില ക്വസ്റ്റ്യനുകളാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ബോർഡിലൊരു ക്വസ്റ്റ്യൻ, ഒരു ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട്. പേജ് നമ്പർ 59ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലെ ചിത്രമാണ്. എന്താണ് പേജ് നമ്പർ 59ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? കാൽക്കുലേറ്റ് ദ ആംഗിൾസ് ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ. ഈ ചിത്രത്തിലുള്ള ഈ ചതുർഭുജത്തിന്റെ ക്വാഡ്രിലാറ്ററലിന്റെ ആംഗിൾസ് ഫൈൻഡ് ചെയ്യണം, കോണുകൾ കണ്ടെത്തണം. ആൻഡ് ഓൾസോ ദ ആംഗിൾസ് ബിറ്റ്വീൻ ദിയർ ഡയഗണൽസ്. കൂടാതെ ആ ക്വാഡ്രിലാറ്ററലിന്റെ ഡയഗണൽസിന്റെ ഇടയിലുള്ള ആംഗിൾസും ഫൈൻഡ് ചെയ്യണം. ഈ ചതുർഭുജത്തിന്റെ വികരണങ്ങൾക്കിടയിലുള്ള ഈ കോണുകളും ഈ ആംഗിൾസും എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം, കണ്ടെത്തണം. അതാണ് ചോദ്യം. നമുക്കതിന്റെ ആൻസറിലേക്ക് ഒന്ന് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചില കോണുകളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. ശ്രദ്ധിക്കാതെ ഈ ചതുർഭുജത്തിന് നമുക്ക് പേരെടുക്കാം. എ ബി സി ഡി. അപ്പം ചതുർഭുജം എ ബി സി ഡി, ചതുർഭുജം എ ബി സി ഡി, ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന പേര് കൊടുത്തു. ഈ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് ആദ്യം ഏത് ആംഗിൾ കണ്ടെത്താം? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ആംഗിൾസ് വെച്ചൊന്ന് ഫൈൻഡ് ചെയ്യാം. അത് ഈ ലൈൻ ഞാൻ തൽക്കാലം ഒന്ന് മായ്ക്കുകയാണ്. ഈ ലൈൻ തൽക്കാലം ഒന്ന് വായിച്ചു നോക്കിയേ മക്കളെ. ഈ ബി സി എന്ന ഡയഗണൽ, ബി സി എന്ന കോഡ് ഈ വൃത്തത്തെ, ഈ സർക്കിളിനെ ഒരു മേജർ പാർട്ടും ഒരു മൈനർ പാർട്ടും ആക്കും. ഓക്കെ, ബി സി എന്ന ഞാണ് ഈ വലിയ വൃത്തത്തെ ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും ആക്കി മാറ്റും. നമ്മൾ മുമ്പത്തെ വീഡിയോ ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു വൃത്തത്തില് വ്യാസമില്ലാത്തൊരു ഞാൻ വരച്ചു. ആ ഞാണ് വൃത്തത്തെ വലിയൊരു ഭാഗവും ചെറിയൊരു ഭാഗമാക്കി. ഈ വലിയ ഭാഗത്തിലെ ഏതൊരു കോണം എന്തായിരിക്കും? ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും പഠിച്ചിട്ടുണ്ട്. ഒരേ വൃത്തഖണ്ഡത്തിലെ കോൺ, ഒരേ വൃത്തഭാഗത്തെ കോൺ, സെയിം സെഗ്മെന്റ് ആംഗിൾ. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. ഇത് കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. കുറച്ച് മുന്നേ ഉള്ള വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, സെയിം സെഗ്മെന്റ് ആംഗിൾ, ഒരേ വൃത്തഭാഗത്തെ കോണുകളെ കുറിച്ച്. അപ്പൊ നോക്കിയേ, ഈ ബി സി എന്ന കോഡ്, ബി സി എന്ന ഞാണ് ഒരു വലിയ ഭാഗവും ഒരു ചെറിയ ഭാഗവും ഉണ്ടാകും. ഈ വലിയ ഭാഗത്തുള്ള ആംഗിൾ ആണ് ആംഗിൾ ഡി, ആംഗിൾ ബി ഡി സി, ആംഗിൾ ബി ഡി സി. ആംഗിൾ ബി ഡി സി എത്രയാണ്? 50 ഡിഗ്രിയാണ്. Therefore അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ. ഈ ആംഗിളിന്റെ പേരെന്താ? ആംഗിൾ കോൺ ബി എ സി. കോൺ ബി എ സിയും എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഈ കോണും എത്രയാണ്? 50 ഡിഗ്രി. ഇനി നമുക്ക് ഇത് വാങ്ങിച്ചു. അപ്പൊ ഈ ആംഗിൾ വരുന്നത് ഈ ആംഗിൾ ആണ്. ഇനി അതുപോലെ നമുക്ക് ഇത് തൽക്കാലം വാങ്ങിക്കാം.
ഇവിടെ 50 ഉണ്ട്, നമുക്ക് മാർക്ക് ചെയ്യാം. നോക്കിയേ, സി ഡി എന്ന ഞാണ്, സി ഡി എന്ന കോഡ് ഈ വൃത്തത്തെ വലിയൊരു ഭാഗവും ഇവിടെ ചെറിയൊരു ഭാഗവും, ഈ വലിയ ഭാഗത്തെ കോണായ കോൺ സി ബി ഡി, ആംഗിൾ സി ബി ഡി എത്ര ഡിഗ്രിയാണ്? ആംഗിൾ സി ബി ഡി 45 ഡിഗ്രിയാണ്, 45 ഡിഗ്രിയാണ്. Therefore അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഈ ബിയും എയും വൃത്തത്തിന്റെ ഇതാ ഈ ഭാഗത്തിൽ നിൽക്കുന്നത്, സർക്കിളിന്റെ ഈ ഭാഗത്ത് സെയിം സെഗ്മെന്റിലാണ്. അപ്പൊ ആംഗിൾ എയും എത്രയായിരിക്കും? 45 ഡിഗ്രി, അതായത് ആംഗിൾ സി എ ഡി. Therefore ആംഗിൾ സി എ ഡി യും എത്രയാണ്? 45 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 45. ഇനി ഇത് കാണിച്ചു, ഇവിടെ നമുക്ക് ഓൾസോ എത്രയാണ് കിട്ടിയിട്ടുണ്ട്? 50 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ നമുക്ക് ഇതങ്ങ് മാറ്റാം, ഇതങ്ങ് മാറ്റാം. ഇവിടെ 45 ഉണ്ട്, നമുക്ക് മാറ്റാം. ഓക്കെ, ആംഗിൾ എ സി ഡി, ആംഗിൾ എ സി ഡി എത്രയാണ്? 30 ഡിഗ്രി, 30 ഡിഗ്രി. എത്രയാണ്? 30 ഡിഗ്രി. ആംഗിൾ എ സി ഡി. എ ഡി എന്ന ഞാണ്, എ ഡി എന്ന കോഡ് വൃത്തത്തെ വലിയൊരു ഭാഗവും ചെറിയൊരു ഭാഗവും, ഈ വലിയ ഭാഗത്തിലുള്ള കോണാണ് ഈ കോൺ. അപ്പൊ ആംഗിൾ എ സി ഡി 30 ആണെങ്കിൽ ആംഗിൾ എ ബി ഡിയും എന്തായിരിക്കും? ഈ ആംഗിൾ എന്തായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇതിന്റെ പേര് ആംഗിൾ എ ബി ഡി. Therefore ആംഗിൾ എ ബി ഡി is equal to 30. ഇത് അത് ജോയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഒരു കോൺ ഉണ്ടായിരുന്നു 45. ഓക്കെ, അപ്പൊ ഇത്രയും ആംഗിൾസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിയുള്ള ആംഗിൾസ് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ, ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ എത്ര വരുന്നത്? ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ഇതൊന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ആംഗിൾ എയും ആംഗിൾ സിയും ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി is equal to 180 ഡിഗ്രി. ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ 45 പ്ലസ് 50, 45 പ്ലസ് 50, 50 പ്ലസ് 45 95 പ്ലസ് ആംഗിൾ സി 180, ആംഗിൾ സി 180. Then angle C is equal to 180 minus e plus 95 അപ്പുറത്ത് പോയാൽ minus 95. Then angle C സമം 180 minus 95 എത്രയാവും? 180 minus 95 is equal to 85. Angle C 85 ആണ്. Angle C 85. അതായത് ഈ ആംഗിൾ മൊത്തം എത്രയാണ്? 85 ആണ്. ഇവിടെ 30 ഉണ്ട്. അപ്പോൾ ഇനി എത്ര വരിക? 55. എത്ര വരിക? 55. ഈ ആംഗിൾ 55 ആയതുകൊണ്ട് ഈ ആംഗിൾ പേരെന്താ? ആംഗിൾ എ സി ബി. ആംഗിൾ എ സി 55. ഈ ആംഗിൾ എത്രയാണ്? 55 ആണ്. ഈ ആംഗിൾ മാത്രം. ഓക്കെ, ഈ ആംഗിൾ 55 ആണ്. ഈ ആംഗിൾ 55 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 55. ഇതിന്റെ പേര് ആംഗിൾ എ ഡി ബി. Therefore angle ADB is equal to 55. Angle ADB is equal to 55. അപ്പോൾ എല്ലാ ആംഗിൾസും ആണ്. ഇനി നമുക്കൊന്ന് ക്വാഡ്രിലാറ്ററൽ ABCD യിലെ ആംഗിൾസ് ഒന്ന് എഴുതി നോക്കാം. ചതുർഭുജം ABCD യിൽ ചതുർഭുജം ABCD യിൽ ആംഗിൾ A എത്ര വരുന്നത്? 45 plus 50. 45 plus 50. Angle A is equal to 45 plus 50 is equal to 95 degree. Angle B എത്ര വരുന്നത്? 30 plus 45. 30 plus 45 is equal to 75 degree. Angle C 55 plus 30. 55 plus 30 is equal to 85. Angle D എത്ര വരുന്നത്? 55 plus 50. 55 plus 50 is equal to 105. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ ABCD യിലെ എല്ലാ ആംഗിൾസും നമ്മൾ ഇവിടെ ഫൈൻഡ് ചെയ്തു. ആംഗിൾ A 95, ആംഗിൾ B 75, ആംഗിൾ C 85, ആംഗിൾ D 105. ക്ലിയർ? അപ്പം ചതുർഭുജം ABCD യിലെ എല്ലാ കോണുകളുമായി ഇനി ഇതിന്റെ വികർണങ്ങൾക്കിടയിലെ കോണുകൾ കണ്ടെത്താം. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിലേക്ക് നോക്കാം.
ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഈ ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ക്ലിയർ ചെയ്യുന്നുണ്ട് ബോർഡ് ഒന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പുകൾ ക്ലിയർ ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, നമ്മൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ? ആ ട്രയാങ്കിളിലെ ഈ ആംഗിൾ 50യും ഈ ആംഗിൾ 30യും ആണല്ലോ. ഇവിടെ ഞാൻ O എന്ന് പേരുണ്ട്. അപ്പൊ ആംഗിൾ AOB, ആംഗിൾ AOB ഈ ആംഗിൾ എത്ര വരാം? ഒരു ട്രയാങ്കിളില് 3 ആംഗിൾസ് കൂടി ആഡ് ചെയ്താൽ 3 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ 180 ആണ്. 50 പ്ലസ് 30 80. അപ്പൊ ഇങ്ങനെ എത്ര വരിക? 100. അപ്പൊ ആംഗിൾ AOB എത്ര വരുന്നത്? 100 ഡിഗ്രി. ഇത് 100 ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഇത് എത്ര ആയിരിക്കും? 100 ഡിഗ്രി. അതായത് ആംഗിൾ DOC അല്ലെങ്കിൽ COD. Therefore angle COD is equal to 100 ഡിഗ്രി. ഇനി നോക്കിയേ, ഇത് ഈ ട്രയാങ്കിൾ ആംഗിൾ AOD മൂന്നാമത്തെ ആംഗിൾ ആണ്. രണ്ട് ആംഗിൾ ഉണ്ട്, 45 പ്ലസ് 55. 45 പ്ലസ് 55 എത്രയാണ്? 100. അപ്പൊ ഇനി ഇത് എത്ര വരിക? 80 ഡിഗ്രി. കാരണം 3 കൂടി കൂട്ടിയാൽ 180. അപ്പൊ 80. ഇത് 80 ആണെങ്കിൽ ഇത് എത്ര വരിക? 80 ഡിഗ്രി. Therefore angle BOC is equal to 80 ഡിഗ്രി. അപ്പം എല്ലാ ഡയഗണൽസിന്റെ ഇടയിലെ ആംഗിൾസുമായി, അതായത് വികർണങ്ങൾക്കിടയിലെ ആംഗിളായി ഇത് 100, ഇത് 80, ഇത് 100, ഇത് 80. അപ്പൊ വികർണങ്ങൾക്കിടയിലെ എല്ലാ കോണുകളും അതുപോലെ ചതുർഭുജത്തിന്റെ എല്ലാ കോണുകളും നമ്മളിവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത്. ക്ലിയർ ആണോ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തോ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. Prove that any outer angle of a cyclic quadrilateral is equal to the inner angle at the opposite vertex. അതായത് ഏതൊരു ചക്രീയ ചതുർഭുജത്തിലെയും ഒരു മൂലയിലെ പുറംകോൺ അതിന്റെ നേരെ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ഫിഗർ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും എന്താണ്. അപ്പൊ എല്ലാവരും ബോർഡിലേക്ക് ശ്രദ്ധിക്കുക. ഒരു വൃത്തം, ഈ വൃത്തത്തിൽ ഞാനൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരയ്ക്കാൻ പോകണം. അതായത് 4 മൂലയും എന്താവണം? 4 മൂലയും വൃത്തത്തിലാണ്. 4 മൂലയും വൃത്തത്തിലുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ചു. ABCD. ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, അതായത് ഒരു ചക്രീയ ചതുർഭുജമാണ്. അപ്പൊ ABCD ഒരു ചക്രീയ ചതുർഭുജമായത് കൊണ്ട് തന്നെ ഇതിന്റെ എതിർകോണുകൾ കൂട്ടിയാൽ എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആയിരിക്കും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, 4 വെർട്ടെക്സും ഓൺ ദി സർക്കിളാണ്, 4 മൂലയും വൃത്തത്തിലാണ്. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഒരു ചക്രീയ ചതുർഭുജമാണ്. ഈ ചക്രീയ ചതുർഭുജത്തിന്റെ ഇവിടുത്തെ ഈ മൂലയില് ഈ ആംഗിൾ ബിയിലെ കോൺ ബിയിലെ ഔട്ടർ ആംഗിൾ ഞാൻ വരച്ചു, പുറംകോൺ ഞാൻ വരച്ചു, പുറംകോൺ വരച്ചു. ഇവിടെ ഈ കോണും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ക്ലിയർ? ഈ കോണും തുല്യമാണെന്ന് തെളിയിക്കണം. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആണോ? അതായത് ഈ ചക്രീയ ചതുർഭുജത്തിന്റെ ഒരു മൂലയിലെ പുറത്തുള്ള കോൺ അതിന്റെ എതിർ മൂലയിലെ അകത്തുള്ള കോണിന് തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് തെളിയിക്കാം. റെഡി? വളരെ ഈസിയാണ്. നമുക്കറിയാം ആംഗിൾ ഡിയും, അതായത് ആംഗിൾ ഡി ഈ ലെറ്ററിലെ പേര് കൊടുക്കാം. ആംഗിൾ ADC, ആംഗിൾ ADC പ്ലസ് അതായത് ഈ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയ ഇത് ആംഗിൾ ABC, രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി ആയി അല്ലെ? കാരണം ABCD എന്താണ്? ഒരു ചക്രീയ ചതുർഭുജമാണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. നമുക്ക് ബ്രാക്കറ്റ് കൊടുക്കാം ABCD ചക്രീയ. കാരണം എന്താണ്? ABCD സൈക്ലിക് ആണ്. ABCD സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ആംഗിൾ ADCയും ആംഗിൾ ABCയും കൂട്ടിയാൽ ആഡ് ചെയ്താൽ 180 ഡിഗ്രിയാണ്. അതിന് കാരണം എന്താണ്? യെസ്, ഈ ABCD ഒരു ചക്രീയ ചതുർഭുജം. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ കിട്ടും 180 ഡിഗ്രി. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ആംഗിൾ ABC, സോറി ഇതിനൊന്ന് മാറ്റി എഴുതുന്നതാണ്. ആംഗിൾ ABC. ആംഗിൾ CBE,
ആംഗിൾ CBE പ്ലസ് അതായത് ഈ ആംഗിൾ CBE ആംഗിൾ പ്ലസ് ആംഗിൾ ABC ഈ ആംഗിൾ കൂടും ആംഗിൾ ABC രണ്ടും കൂടി ആഡ് ചെയ്താലും 180 വരും. ഇത് രണ്ടും ആഡ് ചെയ്താലും 180 വരും. അതിന് കാരണം എന്താ? രേഖീയ ജോഡി, അതായത് ലീനിയർ പെയർ. നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴത്തെ ക്ലാസ്സിൽ. ഒരു വര വരച്ചു, ആ വരയ്ക്ക് കുറുകെ ഇങ്ങനെ ഒരു വര വരച്ചാൽ ഈ രണ്ട് കോണും കൂട്ടിയാൽ എപ്പോഴും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. താഴത്തെ ക്ലാസ് പഠിച്ചിട്ടുണ്ട് ലീനിയർ പെയർ, രേഖീയ ജോഡി. അപ്പൊ ഇവിടെ ഈ ചിത്രത്തിൽ കാണുന്ന ഈ രണ്ട് ആംഗിൾ കൂട്ടിയാലും 180 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താണ്? അത് രേഖീയ ജോഡിയാണ്, അതായത് ലീനിയർ പെയർ ആണ്, രേഖീയ ജോഡി. അപ്പൊ ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC കൂട്ടിയാലും 180 ആയിരിക്കും. കാരണം ലീനിയർ പെയർ, അതായത് രേഖീയ ജോഡി, രേഖീയ ജോഡികളാണ്. ആംഗിൾ CBE പ്ലസ് ആംഗിൾ ABC കൂട്ടിയാൽ 180 ലീനിയർ പെയർ. ക്ലിയർ ആണോ? ഇനി നോക്കിയ മക്കളെ, ആംഗിൾ ADCയും ആംഗിൾ ADC ആംഗിൾ ABCയോട് കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. ആംഗിൾ CBE ആംഗിൾ ABCയോട് കൂട്ടിയാൽ തന്നെയാണ് 180 ഡിഗ്രിയാണ്. ഈ ABCയോട് ഈ ആംഗിൾ കൂട്ടിയാലും 180 കിട്ടുന്നുണ്ട്. ഈ ABCയോട് തന്നെ ഈ ആംഗിൾ കൂട്ടിയാലും ഇത് കിട്ടുന്നുണ്ട്, 180 ഡിഗ്രി കിട്ടും. അതിന്റെ അർത്ഥം എന്താ? ആംഗിൾ ABCയോട് ഈ രണ്ട് ആംഗിൾ കൂട്ടിയാലും 180 കിട്ടുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. Therefore ആംഗിൾ ADC is equal to ആംഗിൾ CBE. ആംഗിൾ ADCയും ആംഗിൾ CBEയും എന്താണ്? ഈക്വൽ ആണ്. അതായത് ഈ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഏതൊരു ചക്രീയ ചതുർഭുജത്തിലെയും ഒരു മൂലയിലെ പുറംകോണും അതിന്റെ എതിർമൂലയിലെ അകക്കോണിന് തുല്യമായിരിക്കും. ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിലെ ഒരു വെർട്ടെക്സിലെ ഔട്ടർ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഇന്നർ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പൊ ഇതെല്ലാവരും എഴുതിയെടുക്കുക. ഇന്ന് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്നോ? അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, prove that a parallelogram which is not a rectangle is not cyclic. എന്താ പറയുന്നത്? യെസ്, അതായത് റെക്ടാങ്കിൾ അല്ലാത്ത ഒരു പാരലോഗ്രാമും സൈക്ലിക് അല്ല എന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ ചതുരമല്ലാത്ത ഒരു സാമാന്തരികവും ചക്രീയമല്ല എന്ന് തെളിയിക്കണം. ചതുരമല്ലാത്ത ഒരു സാമാന്തരികവും ചക്രീയമല്ല എന്ന് തെളിയിക്കണം. അപ്പൊ അതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കിയെടുക്കാം. എന്താണ്? ചതുരം ഒരു സാമാന്തരികമാണ്. അതായത് റെക്ടാങ്കിൾ ഇസ് എ പാരലോഗ്രാം. റെക്ടാങ്കിൾ ഒരു പാരലോഗ്രാം ആണ്. ചതുരം ഒരു സാമാന്തരികമാണ്. ചതുരം ഒരു സാമാന്തരികമാണെന്ന കാര്യം അതിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. അപ്പൊ നമുക്ക് ചതുരമല്ലാത്ത സാമാന്തരികങ്ങളൊന്നും ചക്രീയമല്ല എന്നാണ് തെളിയിച്ചത്. അപ്പൊ ചതുരമല്ലാത്തൊരു സാമാന്തരികമായി, ചതുരമല്ലാത്തൊരു സാമാന്തരികമായി ഒരു പാരലോഗ്രാം വെച്ചു. ഇത് ചതുരമല്ലല്ലോ, ചതുരമല്ല, എന്നാൽ സാമാന്തരികമാണ്. ചതുരമല്ലാത്തൊരു സാമാന്തരികം വരച്ചു, ഒരു പാരലോഗ്രാം വരച്ചു. റെക്ടാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാം. നമുക്കറിയാം റെക്ടാങ്കിൾ അല്ലാത്തൊരു പാരലോഗ്രാമിന്റെ എതിർകോണുകൾ തുല്യമാണ്. ഇതിന്റെ പേര് കൊടുക്കാം ABCD. ഇതൊരു പാരലോഗ്രാം ആയതുകൊണ്ട് അപ്പൊ ABCD ഒരു സാമാന്തരികമാണ്. ABC ഒരു സാമാന്തരികമാണ്, ഒരു പാരലോഗ്രാമാണ്. റെക്ടാങ്കിൾ അല്ലാത്ത, അതായത് ചതുരമല്ലാത്തൊരു സാമാന്തരികം. ഒരു ചതുരമല്ലാത്തൊരു സാമാന്തരികമാണ്. അപ്പൊ ഇത് സാമാന്തരികം ആയതുകൊണ്ട് ഇതിന്റെ എതിർകോണുകൾ, ഇപ്പൊ എതിർകോണുകൾ നമുക്ക് തുല്യമാക്കില്ല. എയും സി എടുക്കാം. എതിർകോണുകൾ തുല്യമാവല്ലോ. സാമാന്തരികത്തിന്റെ എതിർകോണുകൾ തുല്യമാണ്. അതായത് പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ഒന്ന് ഈക്വൽ ആക്കാം. ഏതൊക്കെയാണ്? ആംഗിൾ എയും ആംഗിൾ സിയും സാമാന്തരികം. therefore ആംഗിൾ A is equal to ആംഗിൾ C. ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? ഈക്വൽ ആണ്. കാരണം എതിർകോണുകൾ തുല്യമാണ്. ഇനി ABCD ചക്രീയമായാൽ ABCD ഒരു സൈക്ലിക് ആണെങ്കിൽ ABCD ചക്രീയമായാൽ ABCD ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആവൂലേ? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? ആംഗിൾ A പ്ലസ്
ആംഗിൾ സിയും ആഡ് ചെയ്താൽ എത്ര വരും? 180 വരും. എന്തായാലും ചക്രീയമായ സൈക്ലിക് ആയാൽ ആംഗിൾ എയും ആംഗിൾ സിയും എന്താവും? 180 വരും. നോക്കിയാൽ മക്കളെ, ആംഗിൾ എയും സാമാന്ത്രികമാണെങ്കിൽ, ചതുരമല്ലാത്തൊരു സാമാന്ത്രികമാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഉറപ്പല്ലേ? സാമാന്ത്രികത്തിന്റെ എതിർകോണങ്ങൾ എന്താണ്? ഈക്വൽ ആണ്. ഇനി എ ബി സി ചക്രയായാലോ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180 അല്ലേ? ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ചക്രീയമാവുകയാണെങ്കിലോ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180 കിട്ടും, 150 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180യും ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെങ്കിൽ ആംഗിൾ എ സിക്കൽ ടു ആംഗിൾ സി സിക്കൽ ടു എത്ര വരും? 90 ഡിഗ്രി ആവൂലേ? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണ്. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയ 180 ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ സിയും എത്ര ആവും? 90 ഡിഗ്രിയോ? 90 ഡിഗ്രി ആയാൽ ഇങ്ങനെയാണോ നിൽക്കുക? 90 ഡിഗ്രി ആണെങ്കിൽ നിൽക്കുക അല്ല. 90 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്തായി മാറും? ഒരു ചതുരമായിട്ട് മാറും. അതായത് ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പൊ ഈ ഷേപ്പിലുള്ള സാമാന്ത്രികങ്ങളൊന്നും, അതായത് ചതുരമല്ലാത്ത സാമാന്ത്രികങ്ങളൊന്നും, റെക്റ്റാങ്കിൾ അല്ലാത്ത പാരലോഗ്രാം ഒന്നും എന്തല്ല? സൈക്ലിക് അല്ല. അതിനുള്ള തെളിവാണ് ഇവിടെ തന്നത്. അപ്പം ആംഗിൾ എയും ആംഗിൾ സിയും 90 ഡിഗ്രി ആയാൽ എ ബി സി എന്തായി മാറും? എന്തായി മാറും? ഒരു ചതുരമാവും. എ ബി സി എന്താവും? ഒരു ചതുരമാവും. എ ബി സി ഒരു ചതുരമായാൽ ഇങ്ങനെയാണല്ലോ അല്ല, എ ബി സി ഒരു ചതുരമാവും. അപ്പൊ എ ബി സി ഒരു ചതുരമല്ലാത്തത് കൊണ്ട് എന്തെന്തല്ല? ഒരു ചക്രീയ ചതുർഭുജമല്ല, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. അപ്പൊ ഈ ഷേപ്പിലുള്ള ഒരു പാരലോഗ്രാമും ഒരു സാമാന്ത്രികവും എന്തല്ല? ചക്രീയമല്ല, അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല. അതിന് കാരണം എന്താ? ഇത് ഈ ഷേപ്പിലുള്ള സാമാന്ത്രികമാണെങ്കിലും ഏത് ഷേപ്പിലുള്ള സാമാന്ത്രികമാണെങ്കിലും എതിർകോണങ്ങൾ തുല്യമാണ്. നമുക്ക് ചക്രീയമാണെങ്കിൽ എതിർകോണങ്ങൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 150 കിട്ടുമാണ്. എതിർകോണങ്ങൾ തുല്യവും എതിർകോണങ്ങൾ കൂട്ടിയാൽ 150 കിട്ടുമെങ്കിൽ എതിർകോണങ്ങൾ എത്ര ആവും? ഇതും 90 ഇതും 90. 90 ആയ ഈ ഷേപ്പിലല്ല ഉണ്ടാവുക. അതെന്തായി മാറും? ഒരു റെക്റ്റാങ്കിൾ ആയിട്ട് മാറും. അപ്പൊ റെക്റ്റാങ്കിൾ ആണ് സാമാന്ത്രികത്തിൽ. റെക്റ്റാങ്കിൾ മാത്രമാണ് എന്ത്? പാരലോഗ്രാമിൽ റെക്റ്റാങ്കിൾ മാത്രമാണ് സൈക്ലിക്. സാമാന്ത്രികത്തിൽ ചതുരം മാത്രമാണ് ചക്രീയം. ചതുരവും സമചതുരവും സ്ക്വയറും റെക്റ്റാങ്കിളും ചക്രീയമാണ്. മറക്കരുത്, പോയിന്റ് മറക്കരുത്. റെക്റ്റാങ്കിളും എന്ത് തന്നെയാണ്? സൈക്ലിക് ആണ്. ക്ലിയർ ആണോ? അതുപോലെ തന്നെ സ്ക്വയറും എന്ത് തന്നെയാണ്? സൈക്ലിക് ആണ്. അതായത് ചതുരവും സമചതുരവും ചക്രീയ ചതുർഭുജങ്ങളാണ്. ഈ തരത്തിലുള്ള സാമാന്ത്രികങ്ങൾ എന്തല്ല? ചക്രീയമല്ല. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂവ് ദാറ്റ് എനി നോൺ ഐസോസെലസ് ട്രപ്പീസിയം ഈസ് നോട്ട് സൈക്ലിക്. അതായത് സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കണം. സമപാർശ്വമല്ലാത്ത ലംബകങ്ങളൊന്നും ചക്രീയമല്ല എന്ന് തെളിയിക്കണം. അപ്പൊ സമപാർശ്വ ലംബകം ചക്രീയമാണെന്ന് ഉറപ്പിക്കാലോ? ഉറപ്പിക്കാം. ഐസോസെലസ് ട്രപ്പീസിയം ഒരു സൈക്ലിക് ആണ്. അപ്പൊ അത് മറക്കരുത്. ഐസോസെലസ് ട്രപ്പീസിയം എന്താണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. സമപാർശ്വ ലംബകം ചക്രീയ ചതുർഭുജമാണ്. ആ കാര്യം മറക്കരുത്. നമുക്ക് ഇനി ചിത്രത്തിലേക്ക് നോക്കാം. നോക്കിയേ, ആംഗിൾ എ ബി സി ഡി. ഈ എ ബി സി ഡി ഒരു സമപാർശ്വമല്ലാത്തൊരു ലംബകമാണ്. സാധാരണ ലംബകം, സമപാർശ്വ ലംബകമല്ല. ഇതൊരു നോൺ ഐസോസെലസ് ട്രപ്പീസിയമാണ്. അതായത് ഐസോസെലസ് ട്രപ്പീസിയം അല്ലാത്തൊരു ട്രപ്പീസിയം. ക്ലിയർ ആണോ? ഇതിന്റെ എ ബി എന്ന സൈഡും എ ബി പാരലൽ ടു സമാന്തരമാണ് സി ഡി. എ ബി സി ഡിക്ക് സമാന്തരമാണ്. എ ബി എന്ന വശവും സി ഡി എന്ന വശവും സമാന്തരമാണ്. എ ബി എന്ന വശവും സി ഡി എന്ന വശവും എന്താണ്? സമാന്തരമാണ്. എ ബിയും സി ഡിയും സമാന്തരമാണ്. എ ബിയും സി ഡിയും സമാന്തരമായതുകൊണ്ട് ഈ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയി. എത്രയായിരിക്കും? 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി ആയി. ഇത് നമ്മൾ കഴിഞ്ഞ താഴ്ന്ന ക്ലാസ്സിൽ, ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൾട്ടർനേറ്റിംഗ് ആംഗിൾ, അനുകൂല കോണുകൾ എന്നൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ രണ്ട് കോണുകൾ തുല്യമാണ്, ഈ രണ്ട് കോണുകൾ തുല്യമാണെന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഈ എ ബിയും സി ഡിയും
പാരലൽ ആയതുകൊണ്ട് സമാന്തരമായതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിൾ എന്തായിരിക്കും ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. ക്ലിയർ ആണോ? ഒരു ലംബകത്തിന്റെ ഒരേ ദിശയിലുള്ള ആംഗിൾസ് കൂട്ടിയാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി. അപ്പൊ ഈ കോണം കൂട്ടിയാൽ 180 ഡിഗ്രി. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാലും എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ബിയും ആംഗിൾ സിയും കൂട്ടിയാൽ എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രിയാണ്. ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഇനി നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. നോക്കിയേ, ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആണോ? അല്ല. ആംഗിൾ എ നോട്ട് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ അല്ല. കാരണം എന്തല്ല? ഐസോസെലസ് ട്രപ്പീസിയം അല്ല, സമപാർശ്വലംബകമല്ല. സമപാർശ്വലംബകത്തിന്റെ രണ്ട് കോണുകൾ തുല്യമാവൂലേ? രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. രണ്ട് ആംഗിൾസ് ഈക്വൽ. ഇതൊരിക്കലും എന്തല്ല? ഈക്വൽ അല്ല. അതുപോലെ ആംഗിൾ ഡിയും ആംഗിൾ സിയും എന്തല്ല? ഈക്വൽ അല്ല. ആംഗിൾ ഡിയും ആംഗിൾ സിയും എന്തല്ല? ഈക്വൽ അല്ല. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും എന്തല്ല? ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി കൊടുക്കും. ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി കൂട്ടിയാൽ 180 കിട്ടുമോ? ഈ ആംഗിൾ എക്ക് പകരം ആംഗിൾ ബി കൊടുത്താൽ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 കിട്ടുമോ? 180 കിട്ടൂല. അതുപോലെ ആംഗിൾ ബിക്ക് പകരം ആംഗിൾ എ കൊടുത്തു, സിനോട് ആഡ് ചെയ്താലോ? ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്താലോ? അതും 180 കിട്ടില്ല, 180 കിട്ടൂല. ഇത് നോക്കിയേ, ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 കിട്ടൂല. ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിയാൽ 180 കിട്ടൂല. എതിർക്കോടെ കൂട്ടിയാൽ 180 കിട്ടുന്നുണ്ടോ? ഇല്ല. ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടുന്നില്ല. രണ്ടും കൂട്ടിയാൽ 180 കിട്ടുന്നില്ല. അതായത് എതിർക്കോടുകൾ കൂട്ടിയാൽ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ത് കിട്ടുന്നില്ല? 180 കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ല, അതായത് ചക്രീയ ചതുർഭുജമല്ല. അതായത് ഐസോസെലസ് ട്രപ്പീസിയം അല്ലാത്ത ഒരു ട്രപ്പീസിയവും എന്തല്ല? സൈക്ലിക് അല്ല. സമപാർശ്വ ലംബകമല്ലാത്ത ഒരു ലംബകവും ചക്രീയ ചതുർഭുജമല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് നമുക്ക് ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോട്ട് ഈസ് ഈക്വൽ ടു 180 ആയതുകൊണ്ട് എ ബി സി ഡി എന്നല്ല നോട്ട് സൈക്ലിക്, ചക്രീയമല്ല. കാരണം കൊടുക്കാം. എന്താ കാരണം കൊടുക്കാം? സമപാർശ്വ ലംബകമല്ലാത്ത ഒരു ലംബകവും ചക്രീയമല്ല. ഐസോസെലസ് ട്രപ്പീസിയം അല്ലാതെ ട്രപ്പീസിയവും എന്തല്ല? സൈക്ലിക് അല്ല. അതായത് നോൺ ഐസോസെലസ് ട്രപ്പീസിയംസ് ആർ നോട്ട് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ക്ലിയർ ആണോ? അപ്പൊ ഇത്രയുമാണ് അതിലെ 4th ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. മനസ്സിലായോ? ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ 4 ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പേജ് നമ്പർ 59-ലെ 4 ക്വസ്റ്റ്യനുകൾ, ആദ്യത്തെ 4 ക്വസ്റ്റ്യനുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ എല്ലാ വിദ്യാർത്ഥികളും വീഡിയോ ഓഫ് ചെയ്തിട്ട് ഈ നോട്ടുകൾ, ഈ ക്വസ്റ്റ്യൻ ആൻസറുകൾ വ്യക്തമായിട്ട് എഴുതിയെടുക്കും. വളരെ വൃത്തിയായിട്ട് എഴുതിയെടുക്കും. ക്ലിയർ ആണോ? ഓക്കെ, താങ്ക് യു.